റംസാൻ നാളുകളിൽ യുഎയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയ ഇഫ്താർ ടെന്റുകൾ തിരക്കേറുന്നു. വലുതും ചെറുതുമായ നിരവധി ടെന്റുകളിൽ നൂറുകണക്കിന് പേരാണ് എത്തുന്നത്. ഗൾഫിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നിരവധി ഇഫ്താർ ടെന്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഇത്തരം ടെന്റുകളിലുണ്ട്. റംസാനിൽ നോമ്പ് തുറക്കുന്നതോടൊപ്പം നോമ്പ് തുറപ്പിക്കുന്നതും പുണ്യമുള്ള കാര്യമാണ്. വലുതും ചെറുതുമായ നിരവധി ടെന്റുകളാണ് ഗൾഫിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് പേരാണ് ഇത്തരം ടെന്റുകളിൽ എത്തുന്നത്. ദുബായ് മർക്കസിൽ ഒരുക്കിയ ഇഫ്താർ ടെന്റ് ഏറെ സജീവമാണ്. റംസാനിലെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നോമ്പുതുറ ഒരുക്കിയിട്ടുണ്ട്. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ തരക്കാരും ഇത്തരം ടെന്റുകളിൽ എത്തുന്നു. ഏകദേശം 1000-ഓളം പേർക്കുള്ള നോമ്പ് തുറക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വരുന്ന എല്ലാ ആളുകൾക്കും അവർ സന്തോഷകരമായ അവസ്ഥയിൽ തിരിച്ചു ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നതാണ് നമ്മെ അപേക്ഷിച്ചിടത്തോളം നോമ്പ് തുറന്ന് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കാണുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വിഷയത്തിൽ വീണ്ടും നമുക്ക് ആവേശവും പ്രചോദനം നൽകുന്നുണ്ട് ഇത്തരം സംരംഭങ്ങൾ. ശീതീകരിച്ച ടെന്റുകളാണ് ദുബായിൽ ഒരുക്കിയിരിക്കുന്നത്. പഴങ്ങളും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഇത്തരം ടെന്റുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ രാജ്യക്കാരാണ് നോമ്പ് തുറക്കാൻ ഇത്തരം ടെന്റുകളിൽ എത്തുന്നത്. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. മക്കയിൽ ഉംറ തീർത്ഥാടനത്തിനിടെ മലയാളിയെ കാണാതായി. കൊയിലാണ്ടി സ്വദേശി അഷ്റഫ് മഹല്ലിയെ നഫീസയെയാണ് കാണാതായത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, ഉംറ തീർത്ഥാടനത്തിനിടയിലെ തിരക്കിൽ പെട്ടുപോയതാണോ? തെരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അഞ്ചു ഉംറ തീർത്ഥാടനത്തിനിടെ സഫ മർവ പർവ്വതങ്ങൾക്കിടയിലെ നടത്തത്തിനിടയിലാണ് കൊയിലാണ്ടി സ്വദേശിനി നഫീസ എന്ന 61-കാരിയെ കാണാതായത്. കഴിഞ്ഞ ജൂൺ 14-നാണ് നഫീസ ഉംറ തീർത്ഥാടനത്തിനായി മക്കയിൽ എത്തിയത്. നഫീസയുടെ ഭർത്താവ് ഇംബിച്ചിയും ഇവരോടൊപ്പം ഉംറക്കെത്തിയിരുന്നു. വടകരയിലെ അലൂഹ എന്ന ട്രാവൽസ് മുഖേനയാണ് ഇവർ ഉംറക്കെത്തിയത്. ഒരു ഉംറ നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഉംറ തീർത്ഥാടനത്തിനിടെ സഫ മർവക്കിടയിലാണ് നഫീസയെ കാണാതായത്. നഫീസയുടെ ഭർത്താവ് ഇംബിച്ചിയും ഒപ്പമുണ്ടായിരുന്ന തീർത്ഥാടകരും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും കൂടി നഫീസയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഇപ്പോൾ ഇവരുടെ ബാഗും ഇവർ തിരിച്ചറിയാനായി കഴുത്തിൽ തൂക്കിയിടുന്ന ഒരു ബാഡ്ജും സഫ മർവയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റംസാനായതോടെ വളരെയധികം തിരക്കുണ്ട് ഉംറ തീർത്ഥാടനത്തിനായി. ഏതാണ്ട് 6 ലക്ഷത്തിലേറെ പേർ മക്കയിൽ ഉംറ തീർത്ഥാടനത്തിന് എത്തിയിട്ടുണ്ട്. ഏതായാലും നഫീസയെ കണ്ടെത്താനായി സന്നദ്ധ പ്രവർത്തകരും അധികൃതരും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അഞ്ജു, ടി ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. കുവൈറ്റിൽ താമസ കുടിയേറ്റ രേഖകളില്ലാത്ത 800 പേരെ അറസ്റ്റ് ചെയ്തു. 6 ഗവർണറേറ്ററുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പോലീസ് തിരച്ചിലാണ് ഇവരെ പിടികൂടിയതെന്ന് ആഭ്യന്തര വകുപ്പ് മേജർ ജനറൽ ഇബ്രാഹിം അൽ തറാഹ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തെരച്ചിൽ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹവലിയിൽ ചൂതാട്ടം നടത്തിയതിന് 12 ഇന്ത്യക്കാരും പിടിയിലായിട്ടുണ്ട്. കുവൈറ്റിലെ സാൽമിയ പ്രദേശത്തു നിന്നും 100 കുപ്പി വ്യാജവാറ്റുമായി മറ്റൊരു ഇന്ത്യക്കാരനും പിടിയിലായി. ഇവരെ എത്രയും പെട്ടെന്ന് നാടുകടത്തുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ പങ്കെടുത്തു. അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിലും കോൺഫറൻസ് ഹാളിലും പരിസരത്ത് നടന്ന വിരുന്നു സൽക്കാരത്തിൽ 2500-ൽ അധികം പേർ പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ.എ. റഹീം, സെക്രട്ടറി ബിജു സോമൻ, ട്രഷറർ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഡെപ്യൂട്ടി കോൺസൽ കെ മുരളീധരൻ, ഡോക്ടർ കാർണിക്, എസ്.പി. സിംഗ്, ഒബ്രായി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു മാസത്തെ റംസാൻ വ്രതശുദ്ധിയിലൂടെ നേടിയെടുക്കുന്ന അച്ചടക്കവും ആത്മീയ പുണ്യവും വരുന്ന നാളുകളിലും നിലനിർത്തണമെന്ന് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ഇന്ദ്രമണി പാണ്ഡെ അഭിപ്രായപ്പെട്ടു. മസ്കറ്റിലെ മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അംബാസിഡർ. ഇന്ത്യ ഹൌസിൽ നടത്തിയ വിരുന്നിൽ മസ്കറ്റിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ജൂൺ 21-ന് നടക്കുന്ന അന്താരാഷ്ട്ര യോഗ ദിനം വിജയമാക്കുവാൻ അംബാസിഡർ മാധ്യമപ്രവർത്തകരുടെ സഹായം അഭ്യർത്ഥിച്ചു. സൗദിയിലെ അറാറിൽ നിന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുന്ന കോട്ടയം കൂത്താട്ടുകുളം സ്വദേശി എബി ജോസഫിന് അറാർ പ്രവാസി സംഘം യാത്രയയപ്പ് നൽകി. അറാർ മുസാദിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ എബി ജോസഫ് സംഘടനയുടെ മൊമന്റോ അയൂബ് തിരുവല്ല എബിക്ക് നൽകി.
സെക്രട്ടറി പി കെ മണി, മുഖ്യ രക്ഷാധികാരികളായ ബാക്കർ കരിമ, മൊയ്തുണ്ണി വടക്കാഞ്ചേരി എന്നിവരും മുഴുവൻ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരും ആശംസാ പ്രസംഗം നടത്തി. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ യുവജന വിഭാഗമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് സൽമാനിയ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 250-ലധികം പേർ രക്തം നൽകി. രാവിലെ 10 മണി മുതൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് ആരംഭിച്ചു. കഴിഞ്ഞ 15 വർഷങ്ങളായി രക്തദാന ദിനത്തോടനുബന്ധിച്ച് രക്തം നൽകി വരുന്നു ഈ യുവജന പ്രസ്ഥാനം. 250-ൽ പരം ആളുകളാണ് ഇത്തവണ രക്തം ദാനം ചെയ്തത്. കത്തീഡ്രൽ വികാരി ഫാദർ MB ജോർജ്, സഹവികാരി ഫാദർ ജോഷോ എബ്രഹാം, പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് റിജോ തങ്കപ്പൻ, സെക്രട്ടറി ബോണി മുളപ്പാമ്പള്ളിയിൽ, കോർഡിനേറ്റർ ജിജോ തോമസ് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ വർഷവും ബ്ലഡ് ഡൊണേഷൻ നടത്താറുണ്ട്. 15 വർഷമായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നു. ഇപ്പോൾ 17 പ്രാവശ്യം യുവന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള സഹോദരങ്ങളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കൊയിനോണിയോ എന്ന പദ്ധതി യുവന പ്രസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് കുട്ടികൾക്ക് ജീവൻ നൽകുവാൻ തക്കോണം അത് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. രക്തദാന ദിനത്തോടനുബന്ധിച്ച് 10 മുതൽ 15 വയസ്സുവരെയും 15 വയസ്സിന് മുകളിലുമായി കത്തീഡ്രലിലെ എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൊളാഷ് മത്സരം നടന്നു. വെള്ളിയാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം കത്തീഡ്രലിൽ വെച്ച് ഡോക്ടർ മനോജ് കുമാർ നടത്തിയ രക്തദാന അവബോധന ക്ലാസും ശ്രദ്ധേയമായി. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. UAE-യിലെ പട്ടാമ്പി നിവാസികളുടെ കൂട്ടായ്മയായ ഇമറാത്ത് പട്ടാമ്പിയുടെ ഇഫ്താർ സംഗമം ദുബായ് കരാമയിൽ വെച്ച് നടന്നു. അൻസാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ ഇമാറാത്ത് പട്ടാമ്പി ഹാരിസ്, സെക്രട്ടറി KMU ബാബു എന്നിവർ പ്രസംഗിച്ചു. വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ളവർ സംഗമത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. ജിഷ കൊലപാതക കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. പ്രതിക്ക് ജിഷയോട് അടങ്ങാത്ത പകയെന്ന റിപ്പോർട്ടിൽ പരാമർശം. കൊലപാതകത്തിന് കാരണം പ്രതിയുടെ ഇംഗിതത്തിന് ജിഷ വഴങ്ങാത്തതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജിഷയുടെ ജനനേന്ദ്രിയത്തിൽ പ്രതി കത്തി കയറ്റിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജിഷയെ ലൈംഗികമായി ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രതി അമീറുൽ ഇസ്ലാം കുറുപ്പമ്പടിയിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി. തന്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്താൻ പ്രതി ശ്രമിച്ചെങ്കിലും ജിഷ എതിർത്തു. പിന്നീട് മൂക്കും വായും പൊത്തി ബലാത്കാരമായി തറയിൽ വീഴ്ത്തി ബലാത്സംഗത്തിന് ശ്രമിച്ചു. ഇതിനെ ജിഷ ശക്തമായി പ്രതിരോധിച്ചതോടെ കടുത്ത വിദ്വേഷത്തിലായ പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ജിഷയെ പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് ജനനേന്ദ്രിയത്തിൽ കത്തി കയറ്റി ആന്തരാവയവങ്ങൾ പുറത്തു വരത്തക്ക വിധം ക്രൂരമായി പരിക്കേൽപ്പിച്ചു. പ്രതിക്കെതിരെ 479, 302, 376 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചുമത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ അന്യസംസ്ഥാനങ്ങളിൽ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തണം. പ്രതി ഒളിവിൽ പോകാനും സാക്ഷികളെ സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കാനും സാധ്യതയുള്ളതിനാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും DCRB DYSP കുറുപ്പമ്പടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച നടക്കും. SI V ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആസാമിലെത്തി. പ്രതിയുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നാളെ ചോദ്യം ചെയ്യും. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കാഞ്ചീപുരത്തും എത്തിയിരുന്നു. എറണാകുളം CJM കോടതിയാണ് തിരിച്ചറിയൽ പരേഡ് നടത്താൻ പോലീസിന് അനുമതി നൽകിയത്. ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കണം തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതെന്നും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിരുന്നു. കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിനെ ഇതിനായി ചുമതലപ്പെടുത്തി. കുന്നുംപുറം മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതി അസം സ്വദേശിയായതിനാൽ ഇയാളുമായി രൂപസാദൃശ്യമുള്ള ഇതര സംസ്ഥാനക്കാരെയാകും തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കുക. അത്തരത്തിലുള്ളവർ ജയിലിനകത്തുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം പ്രതിയെ തിരിച്ചറിയുന്നതിനായി ഇയാളുടെ ഒപ്പം താമസിച്ചവരടക്കമുള്ളവരോട് തിരിച്ചറിയൽ പരേഡ് ദിവസം ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം കൊലപാതക ദിവസം ജിഷയുടെ വീടിന് സമീപം സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടു എന്ന് മൊഴി നൽകിയവർ, ചെരുപ്പ് കടയുടമ, പ്രതി താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ എന്നിവരോടും ജില്ലാ ജയിലിലെത്താൻ പോലീസ് ആവശ്യപ്പെടും. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് കുറുപ്പമ്പടി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷയുടെ കൊലപാതകത്തിൽ ജിഷയുടെ പിതാവിന്റെ പരാതിയും പരിശോധിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കൊലപാതകത്തിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നായിരുന്നു ജിഷയുടെ അച്ഛന്റെ പരാതി. കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് പുരോഗമിക്കുന്നത്. പ്രതി അമീറുൽ ഇസ്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നും DGP പറഞ്ഞു. അക്യൂസ്ഡ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണോ, നമുക്ക് കുറച്ചുകൂടി പ്രൊസീജിയറൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. അപ്പോൾ കാരണം
നമ്മുടെ ഈ ഇൻട്രോഗേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിന്നെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാമല്ലോ. കുട്ടിയുടെ ഫാദർ കുറച്ച് അലിഗേഷൻ ഉണ്ട്. ദാറ്റ് ഓൾസോ വിൽ ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് വൈൽ ഡൂയിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഇതുവരെ ഞങ്ങളെല്ലാം ഓൺലി പ്രിലിമിനറി സ്റ്റേജിലാണോ. ഇപ്പോൾ സത്യം ചോദിച്ചാൽ ടോട്ടൽ ഒരു ഇൻട്രോഗേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇതുവരെ ഞാൻ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ പല സ്റ്റേറ്റിലെ വിദേശത്തിൽ പോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങളും ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് എൻ്റെ ഇത് പ്രകാരം അത് കറക്റ്റ് അല്ല. അന്യസംസ്ഥാന തൊഴിലാളികളിൽ അധികവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകൾ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 42 കേസുകളാണ് ഇവർക്കെതിരെ പെരുമ്പാവൂർ എക്സൈസ് എടുത്തിരിക്കുന്നത്. കോടികൾ വില വരുന്ന ബ്രൌൺ ഷുഗറും കഞ്ചാവുമാണ് ഇവർക്കിടയിൽ വിറ്റുവരുന്നത്. പെരുമ്പാവൂരിൽ മാത്രം 4 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ഇവർ കൃത്യമായി ഒരു പ്രദേശത്ത് താമസിക്കാറില്ല. ഇവരിൽ ഭൂരിഭാഗവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെന്ന് പെരുമ്പാവൂരിലെ എക്സൈസ് വിഭാഗം പറയുന്നു. എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 9 കിലോ കഞ്ചാവും 40 ഗ്രാം ബ്രൌൺ ഷുഗറുമാണ് ഇവരുടെ മക്കളിൽ നിന്ന് കണ്ടെടുത്തത്. 42 കേസുകളും ഈ കാലയളവിൽ ഇവർക്കെതിരെ എടുത്തതായും എക്സൈസ് വിഭാഗം പറയുന്നു. ഈ കേസിൽപ്പെട്ടവർ, ഞങ്ങൾ എടുക്കുന്ന കേസിൽപ്പെട്ടവരെല്ലാം ലഹരി നല്ലപോലെ ഉപയോഗിക്കുന്നവരാണ്. ചിലപ്പോൾ അവരെ കൊണ്ടുവരുന്നത് അവരുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ലഹരി വസ്തുക്കൾ അവർ കൊണ്ടുവരുന്നത്. കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, അതാണ് അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത്. ബ്രൗൺ ഷുഗറാണ് അവർക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ബ്രൗൺ ഷുഗറാണ്. ചെറിയ ഒരു പൊതി ആയാലും നമുക്ക് പിടിക്കപ്പെടാം. മറ്റത് നമ്മൾ പൊട്ടായിട്ട് കാണും. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പെരുമ്പാവൂരിൽ അധികമായുള്ളത്. അക്രമവാസന കാട്ടുന്ന ഇവർ ലഹരിക്കടിമയാകുന്നതോടെ ക്രൂരമായ കൊലപാതകം വരെ നടത്തുന്നു. ജിഷയുടെ കേസിലെ പ്രതിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. 1 കിലോഗ്രാം ബ്രൗൺ ഷുഗറിന് 1 കോടിയിലധികം രൂപയാണ് വില വരുന്നത്. ഇത് വ്യാപകമായി കേരളത്തിലെത്തിക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് എക്സൈസ് പറയുന്നത്. കേരളത്തിൽ വന്നുപോയിക്കൊണ്ട് നിൽക്കുന്ന ഇടനിലക്കാരായ അന്യസംസ്ഥാനക്കാരാണ് ഇതിന് പിന്നിൽ. വരും ദിവസങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ ശക്തമായ പരിശോധനകൾ നടത്താനാണ് എക്സൈസ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആലുവയിൽ ലഹരി ആസ്വാദന ക്ലബ്ബ് നടത്തിവന്ന സംഘം എക്സൈസ് പിടിയിൽ. ആലുവയ്ക്കടുത്ത് കോളനിപ്പടിയിൽ ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ലഹരി ആസ്വാദന ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടേക്ക് നിരന്തരം യുവാക്കൾ എത്തിച്ചേരുന്നതിൽ സംശയം തോന്നിയ സമീപവാസികൾ നൽകിയ വിവരത്തെ തുടർന്നുള്ള നിരീക്ഷണത്തിനൊടുവിലാണ് സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഗുളികകൾ അടക്കമുള്ള ലഹരി വസ്തുക്കളും എക്സൈസ് ഇവിടെ നിന്ന് കണ്ടെടുത്തു. ആലുവയ്ക്കടുത്ത് കോളനിപ്പടിയിൽ ഭാര്യയെ ഉപേക്ഷിച്ച ലഹരിക്കടിമയായി കഴിയുന്ന ഷാജി എന്നയാളുടെ വീടാണ് ലഹരി കൂട്ടായ്മയ്ക്കായി ഉപയോഗിച്ചു വന്നിരുന്നത്. ഇയാളും ചുണങ്ങംവേലി സ്വദേശി ജോസ്, എടയപുറം സ്വദേശി പ്രഹ്ലാദൻ, കൊടുങ്ങല്ലൂർ സ്വദേശികളായ ശ്രീദർശ്, സജ്മൽ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. മാനസിക രോഗികൾക്ക് ഉറങ്ങുന്നതിന് വേണ്ടി നൽകുന്ന നൈട്രോസെപ്പാം എന്ന മയക്കുമരുന്നിന്റെ 125 ഗുളികകളും ഏതാനും പാക്കറ്റ് കഞ്ചാവും ഇവരിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തു. ഇവരിൽ പ്രഹ്ലാദനും ജോസും ഇതിനു മുമ്പും മയക്കുമരുന്നുമായി ആലുവ എക്സൈസിന്റെ പിടിയിലായിട്ടുള്ളതാണ്. ആലുവ റേഞ്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ പ്രശാന്ത്. മയക്കുമരുന്ന് കൂട്ടായ്മ നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ 5 പ്രതികളും 2 ബൈക്കും 125 നൈട്രോസെപ്പാം ടാബ്ലറ്റും 50 ഗ്രാം കഞ്ചാവും പിടികൂടി. ഇവിടെ സ്ഥിരമായി ചെറുപ്പക്കാർ അസമയങ്ങളിൽ വന്നു പോകാറുണ്ടെന്നും കഞ്ചാവ് ഉപയോഗിച്ച് നാട്ടുകാർക്ക് വൻതോതിൽ ശല്യം ഉണ്ടാക്കുന്നുണ്ടെന്ന പരാതികൾ നിരന്തരം എക്സൈസിന് ലഭിച്ചിരുന്നതിനാൽ ഈ പ്രദേശം എക്സൈസിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു. പിടിയിലായവർ ലഹരിക്കടിമകളായി മറ്റു ജോലികളെല്ലാം ഉപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പന ഉപജീവനമായി സ്വീകരിക്കുകയായിരുന്നു. മയക്കുമരുന്ന് വാങ്ങുന്നതിന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ ഇവരുടെ സങ്കേതത്തിലെത്താറുണ്ടായിരുന്നു. ഇതുകൂടാതെയാണ് ലഹരിയോട് താല്പര്യമുള്ളവർക്ക് ലഹരി ആസ്വദിച്ച് ഏറെ നേരം തങ്ങുന്നതിനുള്ള അവസരവും ഇവർ ഒരുക്കിയിരുന്നത്. ഇത്തരത്തിൽ ലഹരി ആസ്വദിക്കാനെത്തിയവരാണ് പിടിയിലായവരിലെ കൊടുങ്ങല്ലൂർ സ്വദേശികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേന്ദ്ര ലാബിലെ പരിശോധനാ ഫലവും തമ്മിലുള്ള വൈരുദ്ധ്യം. മണിയുടെ ശരീരത്തിലെ കീടനാശിനി സാന്നിധ്യം സംബന്ധിച്ച് 2 റിപ്പോർട്ടുകളിലുമുള്ള വിരുദ്ധ അഭിപ്രായങ്ങളാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം കേസ് കോടതിയിലെത്തുമ്പോൾ നിയമ തടസ്സങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മീഥൈൻ ആൽക്കഹോളാണ് മണിയുടെ മരണത്തിന് കാരണമെന്ന് ഉറപ്പിച്ച് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇതിന് ഘടകവിരുദ്ധമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മണിയുടെ മരണത്തിന് മീഥൈൻ ആൽക്കഹോളിനൊപ്പം ക്ലോർപൈരിഫോസ് എന്ന കീടനാശിനിയും കാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കാക്കനാട് ലാബിൽ നടത്തിയ രാസപരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ വിലയിരുത്തൽ. എന്നാൽ ഹൈദരാബാദിലെ കേന്ദ്ര ലാബിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്താനായില്ല. റിപ്പോർട്ടുകൾ തമ്മിലുള്ള ഈ വൈരുദ്ധ്യം
കേസ് കോടതിയിലെത്തുമ്പോൾ നിയമതടസ്സം സൃഷ്ടിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ മണിയുടേത് സ്വാഭാവിക മരണമാണെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനത്തിന് എതിരാണ്. സർക്കാരിന് കീഴിലുള്ള 2 ലാബുകൾ വ്യത്യസ്ത പരിശോധനാ ഫലങ്ങൾ നൽകുന്ന പശ്ചാത്തലത്തിൽ മണിയുടെ മരണത്തിലുള്ള ദുരൂഹത വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മാനദണ്ഡങ്ങളിൽ ചില ഇളവുകൾ അനുവദിക്കാമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമി ഏറ്റെടുക്കൽ 60% പൂർത്തീകരിച്ചാൽ ടെൻഡറിംഗ് ആരംഭിക്കാമെന്ന് ഗഡ്കരി മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യത്തിൽ പരിശോധനയ്ക്കായി വിദഗ്ധ സംഘത്തെ അയക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വ്യക്തമാക്കിയതായി മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, ആരോഗ്യമന്ത്രി JP നഡ്ഡ, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 45 മീറ്റർ ദേശീയപാതയെന്ന കേരള നിലപാട് കേന്ദ്രം സ്വാഗതം ചെയ്തു. നിലവിൽ 80% ഭൂമി ഏറ്റെടുത്താൽ മാത്രം ടെൻഡറിംഗ് ആരംഭിക്കുക എന്ന കാര്യത്തിൽ കേരളത്തിന് ഇളവ് അനുവദിക്കും. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 60% ഭൂമി ഏറ്റെടുത്താൽ ടെൻഡറിംഗ് നടപടികൾ ആരംഭിക്കാമെന്ന് നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. അത് നിലവിൽ ചട്ടപ്രകാരം ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ 80% പൂർത്തീകരിച്ചാൽ മാത്രമേ ടെൻഡറിംഗ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇത് 60% കുറക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രിയെ അറിയിച്ചു. ദേശീയപാത നിർമ്മാണത്തിൽ റബ്ബറൈസ്ഡ് ടാറിംഗ് വേണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കോൺക്രീറ്റ് റോഡിന്റെ ആവരണം, സ്പീഡ് ബ്രേക്കറുകൾ എന്നിവ റബ്ബറൈസ്ഡ് ആക്കുന്ന കാര്യം സെന്റർ ഫോർ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശോധിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ എയിംസ് ആശുപത്രി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ഇതിനായി 4 സ്ഥലങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. പരിശോധനയ്ക്കായി കേന്ദ്രം വിദഗ്ധ സംഘത്തെ അയക്കും. പ്രവാസി മലയാളികളുടെ പുനരധിവാസ പദ്ധതിക്കായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനോട് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദേശ ജയിലുകളിൽ കഴിയുന്ന മലയാളികളുടെ കാര്യം ഗൗരവമായി പരിശോധിക്കുമെന്നും സമഗ്രമായ നിയമസഹായം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും വിദേശകാര്യമന്ത്രി ഉറപ്പു നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി മെട്രോയുടെ ഭാഗമായി നടപ്പാക്കുന്ന സംയോജിത ജലഗതാഗത വികസന പദ്ധതിക്കുള്ള അന്തിമ കരാറിൽ ഒപ്പുവെച്ചു. സംസ്ഥാന സർക്കാരും KMRലും ജർമ്മൻ വായ്പാ ഏജൻസിയായ KfW തമ്മിലാണ് ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. കൊച്ചി മെട്രോയെ ജലപാതയുമായി ബന്ധിപ്പിക്കുന്നതാണ് സംയോജിത ജലഗതാഗത പദ്ധതി. പദ്ധതിയിലൂടെ ബോട്ടുകളും ജെട്ടികളും ആധുനികവൽക്കരിക്കും. മെട്രോ റെയിലിൽ ഉള്ളതിന് സമാനമായ സൗകര്യങ്ങളുമായിരിക്കും ബോട്ടുകൾ സർവീസ് നടത്തുക. ബോട്ട് ജെട്ടികളിൽ നിന്നും ഫീഡർ ബസ്സുകൾ വഴി യാത്രക്കാരെ മെട്രോ സ്റ്റേഷനുകളിൽ എത്തിക്കും. 747 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇതിൽ 597 കോടി രൂപ ജർമ്മൻ ബാങ്കായ KfW വായ്പ നൽകും. 102 കോടി രൂപ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഗതാഗത വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏലിയാസ് ജോർജ്, KMRL ധനകാര്യ ഡയറക്ടർ എബ്രഹാം ഉമ്മൻ, KfW ഡയറക്ടർ പീറ്റർ ഹില്ലിക്സ് എന്നിവർ ചേർന്ന് ധാരണാപത്രം ഒപ്പുവെച്ചു. ഗതാഗത സൗകര്യ വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. One of the key priorities of the present government is to improve the transportation system and infrastructure in Kerala. നേരത്തെ പദ്ധതിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ കാരണമാണ് തടസ്സങ്ങൾ നീങ്ങി വേഗത്തിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കാനായതെന്ന് KMRL MD ഏലിയാസ് ജോർജ് പറഞ്ഞു. And I must also tell you one thing, that so many bureaucratic objections have been raised at various levels, and our Chief Minister took 5 minutes to appreciate the importance of the project. He cleared the file in 3 days. It is only because of his intervention that we could sign this agreement today. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. മധ്യ തിരുവിതാംകൂറുകാർക്ക് പരിചിതമല്ലാത്ത മലബാർ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകൾ ഇടുക്കിക്കാർക്ക് പകരുകയാണ് തൊടുപുഴ സ്വദേശിനി ലത്തീഫ എന്ന വീട്ടമ്മ. കൊതിയൂർന്ന റംസാൻ വിഭവങ്ങൾ കൊണ്ട് വരുമാനമുണ്ടാക്കാമെന്നും ഇവർ കാട്ടിത്തരുന്നു. മധ്യ തിരുവിതാംകൂറിന്റെ രുചിഭേദങ്ങൾക്ക് മലബാർ തനിമ നൽകുകയാണ് തൊടുപുഴ കുന്നം സ്വദേശിനിയായ ലത്തീഫ എന്ന ഈ വീട്ടമ്മ. ഭർത്താവ് മുത്തു മലബാറിൽ താമസിച്ച ഘട്ടത്തിൽ ഹൃദ്യസ്ഥമാക്കിയ രുചിക്കൂട്ടുകൾ തനിമ നിലനിർത്തി ലത്തീഫയുടെ കൈപുണ്യത്തിലൂടെ തൊടുപുഴക്കാർ രുചിച്ചറിയുന്നു. ചട്ടിപ്പത്തിരി, കോഴിവട, ഏലാഞ്ചി, ഏത്തക്കാപ്പത്തിരി തുടങ്ങി വൈവിധ്യങ്ങളായ മലബാർ വിഭവങ്ങളാണ് ഈ വീട്ടമ്മ വിപണിയിലെത്തിക്കുന്നത്.
ഞാൻ കൂടുതലും തലശ്ശേരി, കോഴിക്കോട് അവിടങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് ഉന്നക്ക, ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി, കോഴിയട, പിന്നെ കിളിക്കൂട്, ഏലാഞ്ചി, പിന്നെ കായ്പോള, അങ്ങനെ കുറച്ചധികം വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നാൾ ജോലി സംബന്ധമായിട്ട് മഞ്ചേരിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് എനിക്ക് കുറച്ച് കോഴിക്കോട്, തലശ്ശേരി ആ ഭാഗത്തു നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് വേറൊന്നും പുറത്തു പോയി ചെയ്യാനൊന്നും പറ്റില്ല. ലേഡീസൊന്നും അങ്ങനെ അധികം ഇറങ്ങാത്ത സ്ഥലമാണ്. അപ്പം നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ബിസിനസ് പോലെ ചെറിയ കിറ്റി പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എനിക്ക് കുറച്ച് അതിലൊരു താല്പര്യം വന്നു. ഹോബിയായി തുടങ്ങിയ പാചകം ഇന്ന് ലത്തീഫയെ കൂടാതെ സഹായികളായ 5 സ്ത്രീകൾക്ക് കൂടി വരുമാന മാർഗമാണ്. നാടൻ രുചിക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള മലബാർ വിഭവങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇഷ്ടക്കാർ ഏറെയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.